السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായൊരു വേദഗ്രന്ഥം പഠിക്കുവാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുട്ടി, അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞു. മലക്കുകൾ വന്നിട്ട് സുവിശേഷം അറിയിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ വിശ്വസിച്ച് ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇബ്രാഹിമിയുടെ കൂടെ ലൂത്ത് നബിയും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ലൂത്താണ്, ലൂത്ത് നബി. അങ്ങനെ ഈ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശത്തേക്ക് നിയോഗിക്കുകയാണ്. അഥവാ ഈ ഫലസ്തീനിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമായ സദൂം എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ പേരാണ് സദൂം നാട്ടുകാരെന്നത്. അപ്പം ആ ഒരു നാട്ടുകാരിലേക്കാണ് പ്രവാചകനായ ലൂത്ത് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി എടുക്കാനുള്ള ഒരു വിഷയം ആയത്ത് 74-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൂതൻ ആതൈനാഹു ഹക്മ آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين. അപ്പോൾ ഇവിടെ പറയുന്നൊരു വിഷയം, വലൂതൻ ആതൈനാഹു ഹക്മൻ വഇൽമ, അഥവാ അള്ളാഹ് പറയാണ്, ലൂത്തിന് നാം വിധികർത്തൃത്വവും അതേപോലെ വിജ്ഞാനവും നൽകി. അപ്പോൾ ഹക്മൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, ഹക്മ നൽകി എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം
നൽകി എന്നാണ്. അതേപോലെ തന്നെ കാര്യങ്ങളിൽ വിധിതീർപ്പ് കൽപ്പിക്കാനുള്ള മതത്തിലുള്ള അവഗാഹം അദ്ദേഹത്തിന് എന്തുണ്ടായി, നൽകുകയുണ്ടായി എന്നാണ് ആ ഒരു ആയത്തിന് വിശദീകരണം നൽകിയത്. ശേഷം നമുക്ക് നോക്കാം. വനജ്ജൈനാഹു മിനൽ ഖർയ, ഒരു പട്ടണക്കാർ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നജ്ജൈനാഹു പറഞ്ഞാൽ എന്താ? നജ്ജ, രക്ഷപ്പെടുത്തി. മിനൽ ഖർയ, ഒരു നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ നാടിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. അല്ലതീ കാനത് തഅമലുൽ ഖബായിസ്, എന്തത്? മോശത്തരങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സമൂഹമാണ് ആ ഒരു ആളുകൾ. എന്നിട്ട് പറഞ്ഞു ഇന്നഹും കാനു, അവർ അക്കൂട്ടർ, കാനു ഖൗമ സൗഇൻ ഫാസിഖീൻ, അവർ ധിക്കാരികളായ ഒരു ദുഷിച്ച ജനതയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ സംബന്ധിച്ച് അള്ളാഹ് കൊടുക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ലത് പറയുകയാണ്. എന്താണ്? ഖിയാമത്ത് നാൾ വരെയും ആ ഗ്രന്ഥത്തിലുണ്ടാവും. അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും. ഇദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അള്ളാഹ് പറയണെന്താ? അള്ളാഹ് ഇകഴ്ത്തിയിട്ടാണ് സംസാരിച്ചത്, അല്ലേ? ഇകഴ്ത്തിയിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അപ്പം ഖിയാമത്ത് നാൾ വരെയും അവരുടെ ദുഷ്കർമ്മങ്ങൾ എന്ത് ചെയ്യാണ്? പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് മനുഷ്യന്മാരുടെ, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് എന്താണ്? ചീത്തയായ വിചാരമാണെന്ത് ഈ ഒരു ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആ ഒരു ജനത ചെയ്ത മോശമായൊരു പ്രവർത്തനം? അതിനെ സംബന്ധിച്ച് മറ്റൊരു ആയത്തിൽ കാണാം. അഇന്നകും ലതഅതൂന റിജാല വതഖതഊന സബീല വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ. ലൂത്ത് നബിയുടെ ജനത എന്താണ് ചെയ്തത്? അതാണ് ഈ ഒരു ആയത്തിൽ പറയുന്നത്. അഥവാ ലൂത്ത് നബി അവരോട് പറഞ്ഞു. ലൂത്ത് നബി ഇവരെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ മോശമായ പ്രവർത്തനത്തിൽ ഇവരെ എന്താകണം? രക്ഷപ്പെടുത്തണം. അപ്പോൾ ലൂത്ത് നബി ചോദിക്കുകയാണ്, ഇന്നക്കും ലതഅതൂന റിജാല, നിങ്ങൾ പുരുഷന്മാരുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുകയും, അഥവാ മോശമായ കാര്യത്തിന് വേണ്ടി പുരുഷന്മാരുടെ അടുക്കലേക്ക് പ്രാപിക്കാൻ വേണ്ടി അവരെന്താക്കാണ്? അവർ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിന്നെ അതേപോലത്തെ മറ്റൊരു കാര്യം, വതഖതഊന സബീല, അഥവാ വഴിമുറിക്കുകയും ചെയ്യുന്നവരാണോ? വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ, അതേപോലെ തന്നെ സദസ്സിൽ വെച്ച് നിഷിദ്ധ കൃത്യം പ്രവർത്തിക്കും ചെയ്യുന്നുവോ? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു ഒരു ആയത്തിൽ. എന്തൊക്കെയാണ്? അഥവാ പുരുഷന്മാരുടെ അടുക്കിലേക്ക് മോശമായ വിചാരം വെച്ച് നിങ്ങൾ വരികയാണോ? രണ്ടാമത്തെ ഒരു അവർ നീചമായ പ്രവർത്തനം വതഖതഊന സബീൽ, അഥവാ വഴിമുറിച്ച് കടക്കുക. വഴിയെ എന്താക്കുക? വഴിമുറിക്കുക എന്ന് വെച്ചാൽ, വഴിമുറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ പറയുന്നത്, വഴിയിലൂടെ പോകുന്ന യാത്രക്കാർ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ധനങ്ങൾ കൊള്ളയടിച്ച് മാനം കൊള്ളയടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു പോരുന്ന ഒരു സമൂഹമാണിത്. മൂന്നാമത്തെ ഒരു സംഗതി വതഅതൂന ഫീ നാദീകുമുൽ മുൻകറ, അഥവാ സദസ്സിൻ്റെ ഒരു സദസ്സുകൾ, ആളുകൾ കൂടുന്ന ആ ഒരു സദസ്സിൽ, ആളുകൾ കൂടുന്ന സദസ്സ് പറഞ്ഞാൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മോശമായ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയാണോ എന്ന് വെച്ചാൽ ഇതിൻ്റെ തഫ്സീറിലൊക്കെ കാണാൻ സാധിക്കും. അഥവാ ചൂളമടിച്ചുകൊണ്ട് വ്യഭിചാരത്തിന് എന്ത് വിളിക്കുക? ആണിനെയും പെണ്ണിനെയും എന്തുണ്ടാക്കുക? ചൂളമടിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാണോ? ചൂളമടിച്ചിട്ട് അവർ ആളുകളെ ഈ ഒരു സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വഴികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഇയ്യാകും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, അഥവാ ആളുകൾ ഉപയോഗിക്കുന്ന വഴികളിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ സ്വഹാബത്ത് കേട്ടപ്പോൾ പറഞ്ഞു, മാ ബുദ്ദുൻ ലനാ മിൻ മജാലിസിന നതഹദ്ദസു ഫീഹാ, അല്ലയോ പ്രവാചകനെ, ഞങ്ങൾക്ക് അതായത് ആളുകൾ കൂടുന്ന ആ ഒരു വഴികളിൽ അവിടെ ഞങ്ങൾ സംസാരിക്കേണ്ടുന്ന ഒരു ആവശ്യങ്ങളുണ്ട്. അഥവാ ഖൈറുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണം? ഞങ്ങളിൽ നിന്ന് വരും. അപ്പോൾ അതും പ്രശ്നമാണോ ചോദിച്ചു. അപ്പോൾ ഈ ആളുകൾ കൂടുന്ന സദസ്സിൽ നിന്ന് അവർക്ക് എന്ത് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇൻ അബീതും ഫഅതു അത്വരീക ഹഖു, ഇനി അത്ര നിങ്ങൾക്ക് ഈ ആളുകൾ കൂടുന്ന സമയത്ത്, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സംസാരിച്ചിരിക്കണമെങ്കിൽ അവിടെ ചില നിബന്ധനകൾ നിങ്ങൾ പാലിക്കണം. നിങ്ങൾ വഴികളുടെ ഹക്ക്, അഥവാ
എന്താ കൊടുക്കേണ്ടുന്ന നിബന്ധനകൾ നിങ്ങൾ കൊടുക്കണം. അപ്പം എന്താണ് പ്രവാചകൻ ഈ വഴികളിലുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ? കാല നബി പറഞ്ഞു, വല്ലുൽ ബസർ വകഫുൽ അദ വറദ്ദുസ് സലാം വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. അഥവാ ആളുകൾ ഉപയോഗിക്കുന്ന വഴികൾ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ? നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ എന്താക്കണം? സൂക്ഷിക്കണം. കണ്ണുകളെ താഴ്ത്തണം. അന്യരായ സ്ത്രീകളെ നോക്കാൻ പാടില്ല, അന്യരായ ആണുങ്ങളിലേക്ക് നോക്കാൻ പാടില്ല. അതേപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹറാമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ണടക്കണം. വഖഫുൽ അദ, ഉപദ്രവത്തെ നിങ്ങൾ നീക്കം ചെയ്യണം. വറദ്ദുസ് സലാം, സലാം പറഞ്ഞാലേ നിങ്ങൾ മടക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കുമല്ലോ, നിങ്ങൾ എന്താകരുത്? ആരെങ്കിലും സലാം പറഞ്ഞാൽ അതിൽ സംസാരത്തിന് മുഴുകരുത്. അപ്പം നിങ്ങൾ അവിടെ വെച്ച് സലാം തിരിച്ചു മടക്കണം. അതേപോലെ വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ നിങ്ങൾ കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കുകയും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയുടെ ഹക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിച്ചു. അല്ല, ഞാൻ സ്ത്രീകളാരും പറഞ്ഞു, സ്ത്രീകളും ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ഈ പറയുന്ന ഹദീസിൽ പറയുന്ന ഓരോ സംഗതി എന്താണ്? ലൂത്ത് നബിയുടെ ജനത ഹദീസിലുണ്ടാവില്ല. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വളരെ പ്രധാനമാണ്. ഒരിക്കലും എന്താക്കാൻ പാടില്ല, നമ്മൾ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തെ കാണാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അഥവാ ലൂത്ത് നബി അവരോട് ചോദിക്കാണ്, എന്ത്? നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും ചെയ്യാത്ത ഒരു നീചവൃത്തി അത് നിങ്ങൾ ചെയ്യണം. ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വകുപ്പില്ല, മുമ്പ് ചെയ്തിട്ടില്ല. സ്ത്രീകളെ വിട്ടിട്ട് പുരുഷന്മാരത്തേക്ക് പോവാം. നിങ്ങൾ അതിനൊരുങ്ങുകയാണോ? ഇന്നക്കും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസായി ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. എന്താ പറഞ്ഞേ? അഥവാ സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ കാമവികാരത്തോടെ നിങ്ങൾ ചെല്ലുകയാണോ? നിങ്ങൾ ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ അതിരിവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനത തന്നെയാകുന്നു എന്നാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്ന സൂറത്തുൽ അറാഫിലെ മറ്റൊരു ചോദ്യം. മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതഅതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ. അഥവാ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നീചവൃത്തി ചെയ്യുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവരായ നിലയിൽ നിങ്ങൾ ഈ നീചവൃത്തികൾ നിങ്ങൾ ചെയ്യുകയാണോ? അപ്പോൾ കാണുന്നവരായ നിലയിൽ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഇതൊക്കെ മോശമാണ്, നിങ്ങൾക്ക് അറിയാം. ഈ പറയുന്ന തിന്മകൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ മോശമാണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യാൻ ഒരുമ്പെടുകയാണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരുടെ ഈ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മറുപടി കേൾക്കണ്ടേ? അതാണ് അതിൻ്റെ രസം. ഖാലൂ ലഇൻ ലം തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ. നമ്മുടെയൊക്കെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണ്? നീ ഞങ്ങളെ വിലക്കുകയാണോ? യാ ലൂത്തേ ലതകൂനന്ന മിനൽ മുഖ്റജീൻ, നിങ്ങൾ പുറത്താക്കപ്പെടുന്ന ആളിൽ നിങ്ങൾ ഉൾപ്പെടും. എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഖാല ഇന്നി, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടുകാരനല്ല, പുറം നാട്ടിൽ നിന്ന് വരികയാണ്. എന്നിട്ടാണ് അവിടെ ദഅവത്ത് ചെയ്യണത്. നമ്മളതും കൂടി നോക്കണം. നമുക്ക് നമ്മുടെ നാട്ടുകാരോട് പറയാൻ നമുക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? മോനിപ്പോൾ എന്താ കരുതെന്ന് ആലോചിച്ചിട്ട് നമ്മൾ മടിച്ചിരിക്കും. ഇതല്ല, ഇത് പുറം നാട്ടിൽ നിന്ന് വന്ന ആളാ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ, ഇവരോട് ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അള്ളാൻ്റെ കൽപ്പനയാണ് എന്ത് ലൂത്ത് നബിക്കുള്ളത്? എന്താണ്? ദഅവത്ത് ചെയ്യാനുള്ളത്. അത് വളരെ വളരെ സൈധൈര്യം എന്താണ് അദ്ദേഹം ചെയ്തു എന്നാണ്. നമുക്കും എന്തുണ്ട്? അതിൽ മാതൃക ഉണ്ട്. ഖാല ഇന്നി, എന്നിട്ട് പറയാണ് നബി പറഞ്ഞു, ലൂത്ത് നബി പറഞ്ഞു, ഖാല ഇന്നി ലി അമലിക്കും മിനൽ ഖാലീൻ. അഥവാ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തിയെ സംബന്ധിച്ച് ഞാൻ വെറുക്കുന്ന കൂട്ടത്തിൽ ആണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ആ നിലപാട് അദ്ദേഹം എന്താണ്? പ്രഖ്യാപിക്കുകയാണ്. ഈ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഡയലോഗ് പറയുന്ന സമയത്തേ ലൂത്ത് നബി ഒന്നാമത് പുറത്തു വന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇപ്പോൾ ആരുണ്ടാവുക? എത്ര ആൾക്കാരുണ്ടാവും ഒരു കുടുംബത്തിൽ?
ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. ഭാര്യ എന്താണ്? വിശ്വസിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ആരാ? ആകെ 2 പെൺമക്കളാ. ആ 2 പെൺമക്കളെയും കൂടെ നിർത്തിയിട്ടാണെന്ത് അദ്ദേഹം ദഅവത്ത് എന്താകുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം എത്രത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? നിറവേറ്റാൻ പാടുപെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതേ കൗമ തന്നെ ഇത് ലൂത്ത് നബിക്ക് മറുപടി പറയും. മറ്റൊരു കാണാൻ സാധിക്കും. ഖാല അഖ്രിജൂഹും മിൻ ഖറിയതികും. അവർ പറഞ്ഞു, അവരെ നിങ്ങൾ എന്താക്കുക? ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക. എന്നിട്ടെന്താ? ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. ചെറുപ്പക്കാരെ ആളുകളോട് പറയുന്നൊരു കാര്യമാണ്. ഓനൊക്കെ എപ്പോഴും നന്നായത്, ഓനും ഖുറാൻ്റെ ഒരു നടുക്കട്ടെ, അങ്ങനെ പറയില്ലേ? നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ, അതാണ് ഇവിടെ. എന്താണ്? ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ പിന്നെ ശുദ്ധിയുള്ള ആൾക്കാർ. ലൂത്ത് നബിയുടെ ജനത ലൂത്ത് നബിയെയും ആ അഹ്ലുകാരെയും പറ്റി പറയാണ്. അവർ കണ്ടില്ലേ, ഒരു വലിയ ശുദ്ധിയുള്ള ആൾക്കാർ. അപ്പോൾ ലൂത്ത് നബി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബിൻ സുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. പടച്ചോനെ, കുഴപ്പക്കാരായി ജനത, ഇവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടെന്താ ഉണ്ടാവുന്നത്? മലക്കണ്ട് വരികയാണ്. മലക്ക് നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നൊരു മലക്കിനെ സംബന്ധിച്ച് നമുക്കറിയില്ലേ? ആ ഒരു മലക്ക് വന്നല്ലോ. എന്ത്? ഇബ്രാഹിം നബി നിങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആ മലക്ക് എന്തിനാ വരുന്നത് അറിയോ? ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് എന്തിനാ വരുന്നത്? ഈ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വരികയാണ്. അതിൻ്റെ മുന്നുള്ളൊരു സംഭാഷണമാണ് എന്ത്? ഇബ്രാഹിം നബിയും അലൈഹി സ്വലാത്തു വസ്സലാം ആ മലക്കുകൾ തമ്മിൽ നടത്തുന്ന സംഭാഷണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എങ്ങോട്ട് പോകേണ്ടത്? ലൂത്ത് നബിയുടെ സമൂഹത്തേക്ക് പോകേണ്ടത്. മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് പറയാണ്, ഇന്നഹ്ലഹ കാനു ളാലിമീൻ. അഥവാ ലൂത്ത് നബിയുടെ ജനത എന്താണ്? ളാലിമുകളാണ്, അക്രമികളായ ആളുകളാണ്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, എന്ത്? ഖാല ഇന്ന ഫീഹാ ലൂത്തൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു സ്നേഹം നോക്കിയ, ഒരു നബിനോടുള്ള സ്നേഹം. അവിടെ ലൂത്തില്ലേ? നിങ്ങളൊരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കുമ്പോൾ അവിടെ ലൂത്ത് ഉണ്ടാവുമല്ലോ. ലൂത്ത് നല്ല ആളല്ലേ? മലക്കുകൾ പറഞ്ഞു നഹ്നു അഅ്ലമു ബിമൻ ഫീഹ. ആ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും നമുക്ക് എന്താ അറിയാം. എന്നിട്ട് ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. അഥവാ ലൂത്ത് നബിയെ നമ്മൾ രക്ഷിക്കും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഹ്ലുകാർ, ആ 2 പെൺമക്കളെയും ഞാൻ രക്ഷിക്കും. ഇല്ല ഇംറഅതഹു, ഭാര്യ എന്താക്കൂല? രക്ഷപ്പെടൂല. കാനത്ത് മിനൽ ഗാബിരീൻ, അവളുടെ കാര്യത്തിൽ എന്താണ്? ശിക്ഷ നൽകപ്പെടുന്ന ആളുകൾ അവൾ ഉൾപ്പെട്ടു. എന്താണെന്ത്? മലക്കുകൾ അവരോട് പറഞ്ഞ, ഇബ്രാഹിം നബിയോട് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് ഈ മലക്കുകൾ വരികയാണ്. വലമ്മ ജഅത് റുസുലനാ ലൂത്താ. അള്ളാഹ് പറയാണ് സൂറത്തുൽ ഹൂദിൽ 77-ാമത്തെ വചനത്തിൽ, നമ്മുടെ മലക്കുകൾ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ടോ അപ്പോൾ കണ്ടപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ലൊരാണിനെ കിട്ടിയാൽ വകവരുത്തും. അവരുടെ മോശമായ കാര്യത്തിന് വേണ്ടി ആ സമൂഹം എടുക്കും. ആ സമയത്താണ് ചുറുചുറുക്കുള്ള ഭംഗിയുള്ള ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണ്. അപ്പോൾ അബിഹിം എന്തുണ്ടായത്? അദ്ദേഹത്തിന് ദുഃഖം തോന്നി ഈ നല്ല ചെറുപ്പക്കാരെ കണ്ടപ്പോൾ. കാരണം എന്താ? ഇതെങ്ങാനും എൻ്റെ കൗമ അറിഞ്ഞാൽ ശരിയാക്കും. വദോഖബിഹിം ദറഅ, അവരെ പറ്റി ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടായി. ആരെ പറ്റിയിട്ട്? ഈ വന്ന മനുഷ്യന്മാർ. ഇത് മനുഷ്യന്മാരല്ല, ഇത് മലക്കുകളാണ്. ആ സമയത്ത് അദ്ദേഹം അറിയില്ല. വഖാല ഹാദാ യൗമുൻ അസീബ്, ഇതൊരു വിഷമകരമായ ദിവസം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നാട്ടിലുള്ള ഈ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ഇവരെ കൊണ്ടുപോകും. അവരുടെ ഫാഹിഷ്യത്തിന്, അവരുടെ വ്യഭിചാരത്തിന് വേണ്ടി ഈ ഒരു ആളുകൾ ഉപയോഗിക്കും എന്നറിയാം. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള മനസ്സിന് ഇത്രത്തോളം വിഷമം അദ്ദേഹം പ്രകടിപ്പിക്കാൻ ഉണ്ടായൊരു കാരണം. അപ്പോൾ എന്തുണ്ടായത്? അപ്പോൾ ലൂത്ത് നബിയുടെ ഭാര്യൻ്റെ റോൾ ഇവിടെയാണ്. എന്തുണ്ടായത്?
ലൂത്ത് നബിയുടെ ഭാര്യ ലൂത്ത് നബിയുടെ സമൂഹം ചെയ്തപ്പോൾ ആ വൃത്തി എന്തല്ല, ഭാര്യ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ ഉണ്ടായത്? ലൂത്ത് നബിയിൽ വിശ്വസിച്ചില്ല. മാത്രമല്ല എന്തുണ്ടായത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചതിച്ചു. എങ്ങനെ ചതിച്ചത്? ഈ വന്ന രണ്ടാളുകളുണ്ടല്ലോ, ആ മലക്കുകളുണ്ടല്ലോ, ഈ മലക്കുകളെ കുറിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ചില അതിഥികൾ എത്തിയിട്ടുണ്ട്, ഭംഗിയുള്ള അതിഥികളാണ് എന്ന് ആ സമൂഹത്തോട് പോയിട്ട് പറഞ്ഞു. എന്നുവെച്ചാൽ ചാരപ്പണി ചെയ്തു അർത്ഥം. അതുകൊണ്ട് തന്നെയാണെന്ത്, നമുക്ക് സൂറത്ത് എന്തിൽ കാണാം, തഹരീന് കാണാൻ സാധിക്കും. എന്ത്? ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹിന്റെ ഭാര്യ, നൂഹ് നബിയുടെ ഭാര്യ, അതേപോലെ ലൂത്ത് നബിയുടെ ഭാര്യ, ഇത് രണ്ടും എന്താണ്? കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. എന്താണുള്ളത്? ഫഖാനത്താഹുമ, ചതിച്ചു. ലൂത്ത് നബിയുടെ ഭാര്യ സ്വന്തം ഭർത്താവിനെ ചതിച്ചു കളഞ്ഞു. വീട്ടിലേക്ക് മനുഷ്യന്മാർ വന്നപ്പോൾ എന്തുണ്ടായത്? അതാ വന്നോളി, ഞങ്ങളുടെ വീട്ടിലേക്ക് നല്ല ആളുകൾ എത്തിയിട്ടുണ്ട്, ഇതാ നിങ്ങൾക്കുള്ള ഇര, വന്നോളി. വീട്ടിലേക്ക് എന്താക്കി? സമൂഹത്തെ ക്ഷണിച്ചു വരുത്തി. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞ സമൂഹം എന്തുണ്ടായത്? വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി. എന്തുണ്ടായത്? ഒരു ധൃതി പിടിച്ചു വന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. സുന്ദരന്മാരായ ആളുകൾ വീട്ടിലേക്ക് വന്നു കയറി എന്ന് അറിഞ്ഞപ്പോൾ യുഹ്റഊന ഇലൈഹി എന്നാണ് അള്ളാഹ് പ്രയോഗിച്ചത്. ധൃതിപ്പെട്ടുകൊണ്ട് എന്താക്കി? ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി എന്നാണ്. എന്നിട്ട് പറഞ്ഞു, സൂറത്തുൽ ഹൂദിലെ തന്നെ 78-ാമത്തെ വചനാണ്, ഖാല യാ ഖൗമി ഹൗലായി ബനാതി ഹുൻ അത്ഹർ ലക്കും. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരുടെ ഈ ഒരു സമൂഹം ഇവരെ കിട്ടാൻ വേണ്ടി വന്നപ്പോൾ ലൂത്ത് നബി അവരോട് പറയാണ്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഹൗലായി ബനാതി ഹുൻ അത്ഹർ ലക്കും, ഇതാ എൻ്റെ പെൺമക്കൾ, എൻ്റെ 2 പെൺമക്കൾ ഇതാ, ഞാൻ കല്യാണം കഴിച്ചു തരാം. അതാണ് അത്ഹർ ലക്കും. നമ്മൾ പറയില്ല നിക്കാഹിൻ്റെ സമയത്ത് എന്താണ്, നമ്മുടെ ഫർജുകൾക്ക് ഏറ്റവും അത്ഹർ എന്താണ്? കല്യാണം കഴിക്കലാണ്. ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം എൻ്റെ ഈ 2 പെൺമക്കളെ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻ്റെ അതിഥികൾ നിങ്ങൾ എന്താക്കരുത്? കൊണ്ടുപോകരുത്. ഫത്തഖുല്ലാഹ വലാ തുഖ്സീനി ഫീ ദൈഫി. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോ. വലാ തുഖ്സീനി ഫീ ദൈഫി. എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താക്കരുത്? എന്നെ പരിഹാസപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അലൈസ മിൻകും റജുൽ റഷീദ്. വിവേകമുള്ള ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? സ്ത്രീകളെ വിട്ടിട്ട് കാമവൃത്തിക്കായി പുരുഷന്മാരടുത്തേക്ക് ചെല്ലുന്ന ആളുകളോട് പറയണത്, അലൈസ മിൻകും റജുൽ റഷീദ്, വിവേകമുള്ള ഒരുത്തൻ, ഒരു പുരുഷൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ചോദിച്ചു. എന്താണ് മറുപടി? ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ. എന്താണ് മറുപടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പെൺകുട്ടികളൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ വേണ്ട. വ ഇന്നക ലതഅലമു മാ നുരീദ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിനക്കറിയാലോ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആണുങ്ങളാണ്, നിനക്കറിയാലോ, ഞങ്ങൾക്ക് അതിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ടോ അപ്പോൾ എന്താ ലൂത്ത് നബി പറയാണ്, ഖാല ഇന്ന ഹൗലായി ലൈഫി ഫലാ തഫ്ളഹൂൻ. ഇത് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു കയറി അതിഥികളാണ്, നിങ്ങൾ എന്താകരുത്? ദയവ് ചെയ്ത് എന്താകരുത്? വഷളാക്കരുതെന്ന് പറഞ്ഞു. പിന്നെയും പറയാം, വത്തഖുല്ലാഹ വലാ തുഖ്സീൻ. നിങ്ങളെന്നെ പരിഹസിക്കരുത്, അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു. അവരുടെ മറുപടി എന്താ? ഖാലു അവലം നൻഹക അനിൽ ആലമീൻ. ബാക്കിയുള്ളവരുടെ കാര്യം നീ എന്താക്കണ്ട? തലയിടണ്ട. അതെന്താക്കി ഞങ്ങൾ നിനക്ക് വിരോധിച്ചിട്ടുണ്ട്, അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് അവർ പറയാണ്. അപ്പം എല്ലാം കഴിഞ്ഞു. ഇനി ഇവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലൂത്ത് നബി പറഞ്ഞത്, ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വതൻ. പഠിച്ചവനെ, എനിക്ക് ശക്തിയുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഔ ആവി ഇലൈ റുക്നിൻ ഷദീദ്. അല്ലെങ്കിൽ ഒരു ശക്തിയുള്ളൊരു സഹായി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. കാരണം എന്താ, ഇവരോട് പറയേണ്ടൊക്കെ വർത്താനം കഴിഞ്ഞു. നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹനെ സൂക്ഷിച്ചട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലെ പേടി ഉണ്ടാവും, ഉള്ളിലൊരു പേടി കുടുങ്ങും. പക്ഷെ ഇവരോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവരെന്താക്കിയില്ല. അപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത്.
പഠിച്ചോനെ എനിക്ക് ശക്തിയുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ശക്തിയുള്ള സഹായം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ആ വന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീലുണ്ട്, അതേപോലെ മീകായിൽ, ഇസ്രാഫീൽ എന്നൊക്കെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത്രത്തോളം എന്താണ്, ആ മലക്കുകളുടെ വിഷയത്തിലാണ് കൗമ് പറയണത്, എന്ത്, ഞങ്ങൾ വിട്ടുതായവരെ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറയാണ്. അപ്പോൾ ശിക്ഷ വന്നിറങ്ങണം. ആ സമയത്ത് ആദ്യത്തെ ശിക്ഷ എന്താ, അവരുടെ കണ്ണെന്താക്കി, തുടച്ചനെ മാറ്റി. കണ്ണ് കാണാത്ത അവസ്ഥയിലേക്ക് അള്ളാഹ് എത്തിച്ചു. അത് ആദ്യത്തെ ശിക്ഷ. അതിനെക്കുറിച്ച് നമുക്ക് അള്ളാഹ് പറയുന്നത് കാണാം. വലക്കദ് റാബദൂഹു അൻ ദൈഫിഹി, അഥവാ അവരെന്ത് ചെയ്തു, അതിഥികളെ അവരുടെ ദുർവൃത്തിക്കായി വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഫതമസ്ന അഅ്യുനഹും ഫദൂഖു അദാബി വനുദർ എന്ന് പറഞ്ഞു അള്ളാഹു. എന്താണ് ഫതമസ്ന അഅ്യുനഹും, അവരുടെ കണ്ണുകളെ നാം എന്താക്കി, നീക്കിക്കളഞ്ഞു. ഫദൂഖു അദാബി വനുദർ, അതുകൊണ്ട് എൻ്റെ അദാബ്, എൻ്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കൂ. വനുദുർ, എൻ്റെ താക്കീതുകളെയും നിങ്ങൾ എന്താക്കുക, അനുഭവിച്ചു കൊള്ളുക എന്നുള്ള പറഞ്ഞു. പിന്നീട് അപ്പോൾ ഈയൊരു ശിക്ഷ, ഒരു പൊതു തത്വം നമുക്ക് ഇന്ന് പറയാൻ കഴിയും. എന്താണ് ഇത്, എന്താ നമുക്ക് പറയാൻ സാധിക്കുക ഈ ഒരു സംഭവത്തിൽ നിന്ന്? ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് അതുള്ളത്. അള്ളാഹു അതിനേക്കാൾ എന്താണ്, അപ്പുറമാണ്. അള്ളാഹു അതിനേക്കാൾ എന്താണ്, കുതന്ത്രം പ്രയോഗിക്കാൻ ശക്തിയുള്ളവനാണ്. നിങ്ങൾ ഈ ഖുർആനിലൂടെ ഓരോ ചരിത്രം നോക്കി, ഓരോ ചരിത്രം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ, നമുക്ക് ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതിന് മുന്നും പിന്നെ അറിയാം, മുന്നും പിന്നും നമുക്ക് അറിയാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഒരു നാടിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ്, കഥ കൊണ്ട് പറയാണ്, നമുക്ക് ആ കഥയുടെ മുന്നും അറിയാം പിന്നും അറിയാം. ആ സമയത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്താ ചെയ്യുക ഈ ലൂത്ത് നബിയൊക്കെ? നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ മൂസ നബിയുടെ കഥ ആലോചിച്ച് നോക്കി. മുന്നിലൊരു കടല്, പിന്നിൽ ശത്രുക്കൾ, എന്താ ചെയ്യാം? നമുക്ക് അള്ളാഹു അത് എല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ ആ സമയത്തുള്ള ഒരു അവസ്ഥ അങ്ങനെയല്ല, മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹ് പറയാണത്, ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈലി വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക. എന്താ അള്ളാഹ് പറയണത്? അഥവാ ഫഅസ്രി ബിഅഹ്ലിക, മലക്കാണ് പറയുന്നത്. മലക്ക് പറയാണ് ലൂത്ത് നബിയോട്, എന്ത്, ഫഅസ്രി ബിഅഹ്ലിക, നിന്റെ അഹ്ലുകാരുമായിട്ട്, നിന്റെ കുടുംബവുമായിട്ട് നീ എന്ത് ചെയ്യുക, രാത്രിയിൽ ഇറങ്ങിത്തിരിക്കുക. വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക, ഒരാളെന്താക്കരുത്, തിരിഞ്ഞു നോക്കരുത്. ഒരാളെന്താക്കരുത്, നിന്റെ കൂട്ടത്തിലുള്ള ഒരാളും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇല്ലാ ഇംറഅതക, ആരൊഴിച്ച്, നിന്റെ ഭാര്യ ഒഴിച്ച്, നിങ്ങളുടെ ഭാര്യ ഒഴിച്ച് തിരിഞ്ഞു നോക്കുക. അഥവാ അപ്പോൾ അവിടെ രണ്ട് തഫ്സീർ കാണാം. എന്ത്, ഇല്ലാ ഇംറഅതക, നിന്റെ ഭാര്യ ഒഴിച്ച് എന്ന് പറഞ്ഞല്ലോ. രണ്ട് തഫ്സീറുകൾ അവിടെ കാണാൻ സാധിക്കും. എന്താണ്, ഭാര്യ അപ്പോഴും ലൂത്ത് നബി അനുസരിക്കൂല. ഭാര്യ അപ്പോഴും ലൂത്ത് നബിയെ അനുസരിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കണ്ണുകൾ എടുത്തു മാറ്റിയല്ലോ പടച്ചോൻ, അപ്പോഴെങ്കിലും ഇവർക്ക് എന്താക്കാം, ചിന്തിക്കാം, ഇതെന്തല്ല, ഇത് ചില്ലറല്ല വരാൻ നിൽക്കുന്നത്, അപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് മാറാം. പക്ഷെ അവരപ്പോഴും എന്താക്കിയില്ല, കണ്ണുകളെടുത്ത് അള്ളാഹു തുടച്ചു നീക്കിയിട്ടും എന്താക്കിയില്ല, അവർ ചിന്തിച്ചില്ല, ബുദ്ധി കൊടുത്ത് ചിന്തിച്ചില്ല. അവരോട് പറഞ്ഞ, ലൂത്ത് നബിയോട് പറഞ്ഞ കാര്യമുണ്ട്, എന്ത്, ഇപ്പം ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ നാളെ എന്താക്കാം, ഈ കണ്ണുകളൊക്കെ പോയിട്ടും അവർ പറയാൻ മറുപടിയാണ്, എന്ത്, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾ നാളെ വരാം, അപ്പോൾ ഞങ്ങൾ എന്തായിക്കോളാം, ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഈ കണ്ണുകൾ പോയിട്ടാണ് പറയുന്നവർ. അപ്പോൾ അള്ളാഹ് പറയാണെന്ത്, നീ ഇങ്ങനെ പോകുമ്പോൾ ഇല്ലംറകത്തേക്ക്, നിന്റെ ഭാര്യ ഒഴിച്ച് നീ എന്താക്കൂല. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് പോലും എന്താണ്, ശിക്ഷയാണ്. അത്രത്തോളം ശിക്ഷ അവിടെ അനുഭവിക്കും. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് പോലെ എന്താണ്, തിരിഞ്ഞു നോക്കിയ ആളെ സംബന്ധിച്ച് അവർക്കും ശിക്ഷ ബാധിക്കും. അപ്പം അത്രത്തോളം വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത്. തിരിഞ്ഞ് നോക്കുന്നത് പോലും എന്താണ്, ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. അത്രത്തോളം വലിയ ശിക്ഷയാണ് എന്ത് കിട്ടാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വരും.
അപ്പോൾ ഇല്ലംബ്രാഗത്തക്ക എന്ന് പറഞ്ഞ 2 വിശദീകരണമുണ്ട്. ഒന്നാമത്തെ വിശദീകരണം, ആ സമയത്ത് അപ്പോഴും ലൂത്ത് നബിയെ ഭാര്യ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ലൂത്ത് നബി എന്താകരുത്, കൂടെ കൊണ്ടുപോകരുത്. ലൂത്ത് നബിയെ നീ എന്താകരുത്, കൂടെ കൊണ്ടുപോകരുത് എന്നും ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭാര്യയെ കൂടെ കൊണ്ടുപോകരുത് രണ്ടാമത്തെ വിശദീകരണമാണ്, പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ലൂത്ത് നബിയിൽ വിശ്വസിച്ച ആളുകളുടെ എണ്ണം എന്താണ്? ആകെ മക്കളും ലൂത്ത് നബിയും തന്നെ ഉള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്ത് ദൈവത്ത് ചെയ്യാൻ മുമ്പേ എന്താ പറയല്, എന്താ പോലെ പറഞ്ഞിട്ട് കാര്യം, 10,000 വട്ടായി പറയുന്നു, എന്താ ചെയ്യാനാ, മാറണ്ടേ. നിങ്ങൾക്കറിയോ, ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, എന്താ ഈ പരലോകത്ത് ചില നബിമാരുകൊണ്ട് വരും. അപ്പോൾ എന്താ ആ കാലഘട്ടത്തിൽ ആ നബിമാരിൽ വിശ്വസിച്ച ആളുകളുടെ എണ്ണം അവിടെ പറയുന്നുണ്ട്. ഒരു നബി, കുറച്ച് ആൾക്കാർ, മറ്റൊരു നബി എനിക്ക് ഓർമ്മല്ല, ലഫ്സ് ഓർമ്മല്ല, ഒരു നബി അതിലും കുറച്ച് ആൾക്കാർ, പിന്നെ ലാസ്റ്റ് പിന്നെ നബി പറയേണ്ടത് ഒരു നബി വരും, ലൈസ മഅഹു അഹദുൻ കമാ ഖാല, ഒരാളുണ്ടാവില്ല നബിൻ്റെ ഒപ്പം, അത് നബി മാത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാധ്യത ഉണ്ടല്ലോ, ബാധ്യത തീർക്കുക എന്ന് പറയുമല്ലോ. അഥവാ എന്താ, ഇന്ന പ്രോഗ്രാം ഉണ്ടോ, ഒന്ന് വാടാ, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, 1 മണിക്കൂർ ഭക്ഷണം വെച്ച് നോക്കിരിക്കുക, ഒന്ന് വായോ. ഇപ്പോൾ 2 ദിവസം മുമ്പേ ഒരാൾ പറഞ്ഞു, അഥവാ എന്താ യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറേ വിളിച്ചു, വന്നില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ഒരു ഒഴിഞ്ഞു മാറലാണോ സാധാരണ. അപ്പോൾ എന്താ നമ്മുടെ ഇപ്പം അടുത്തൊരു കോൺക്ലേവ് ഉണ്ടായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ വന്നു. അപ്പോൾ അവൻ പറയാണ്, പിന്നെ എന്താ ഇനി എന്ത് പരിപാടിനെ വിളിക്കണം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോൾ ഇൻഷാ അള്ളാ ചിലർക്ക് എന്താക്കും, ഒരു വിളിച്ചിട്ട് കൊടുക്കും. നമ്മളെന്താകരുത്, ഒരാളുടെ ഹിദായത്ത് നമ്മൾ എന്താക്കരുത്, തല്ലിക്കെടുത്തരുത്. മനസ്സിലായല്ലോ, ഒരാളുടെയും ഹിദായത്തിലേക്കുള്ള മാർഗ്ഗം നമ്മളെന്താകരുത്, നമ്മളായിട്ട് എന്താകരുത്, കാരണക്കാരാകരുത്. നമ്മളും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിവിൻ്റെ പരമാവധി എന്താക്കുക, ആളുകളെ വിളിക്കുക. ഒരാൾ വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ, എന്നാലും എന്തല്ല, നമ്മളെ സംബന്ധിച്ച് ടെൻഷനില്ല. ഇപ്പം ഞാൻ എന്താ ഈ പരിപാടി, യൂത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 100 രൂപ ഈ പിരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ പിരിച്ച് പോകുന്ന ഒരു സമയത്ത് ഞാൻ 2 ആൾക്കാരെ കണ്ടു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, സംഘടനയാണ് ഞാൻ തരില്ല, പള്ളിയാണ് ചോദിച്ചോളി ഞാൻ തരാം, പള്ളിക്കാണെങ്കിൽ ചോദിച്ചോളി ഞാൻ തരാം, അത് തരലുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഈ പള്ളിയും ഇവിടെയുള്ള എല്ലാ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സംഗതികളും എന്താണ്, ഒരു സംഘടനയുടെ കീഴിലാണ്, ഒരു ഹൈറാർക്കി മോഡലാണ് എല്ലാം നടക്കുന്നത്. ഈ പള്ളിക്കേ തരൂ എന്ന് വാശി പിടിക്കുന്ന ആളും എന്താണ്, പള്ളികളെന്താണ് സംഘടനൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത പള്ളിയാണ്. അപ്പോൾ അതൊരു പൊട്ടത്തരാണ്. പിന്നെ വേറൊരാളെ ഞാൻ കണ്ടു, അപ്പോൾ അത് എന്താ 100 രൂപ പറഞ്ഞപ്പോൾ എത്ര പെയിൻ്റ് ഒക്കെ വില ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ തരുമൊന്നുമില്ല, എങ്ങനെ പരിപാടി നടത്തണ്ട കാര്യത്തിൽ. അപ്പം ഞാൻ തമാശയൊക്കെ ഫസ്റ്റ് കരുതി, പിന്നെ ഇതേ ടൂണ് മാറി, മനസ്സിലായ കാര്യത്തിലാണ്. പിന്നെ തന്നു, അതൊരു തരലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊക്കെ അങ്ങനെ വരും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായെന്ന് വെച്ചാൽ എന്താ എനിക്ക് പറയേണ്ടത് കിട്ടി, ഇനി ഇവർ തന്നിട്ടില്ലെങ്കിൽ തന്നാലും എന്നെ സംബന്ധിച്ച് എന്താണ്, ഇൻഷാ അല്ലാഹ് അവ തരേണ്ടത് എനിക്ക് തരും. പക്ഷെ നമ്മളായിട്ട് എന്താകരുത്, വഴിമുടക്കികളായിട്ട് മാറരുത്. അപ്പോൾ ലൂത്ത് നബിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ശിക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. എന്താണ്? ഫലമ്മ ജാഅ അംറുന ജഅൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹ ഹിജാറത്തൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. എന്താണ് പറഞ്ഞത് അല്ലാഹ്? സൂറത്തുൽ ഹൂദിൽ തന്നെ 82-83 വചനങ്ങളാണ്. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ജഅൽന അലൈഹ, ആ പട്ടണത്തുണ്ടല്ലോ, പട്ടണത്തെ അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗമാണ്. ആലിയഹ സാഫിലഹ, അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗത്ത് താഴ്ഭാഗമാക്കി എന്ന് പറഞ്ഞു വെച്ചാൽ അത് എടുത്തന്നെ മറിച്ചിട്ടു. ഇപ്പോൾ സ്ത്രീകളിപ്പോൾ അപ്പം ചുടുമല്ലോ, ഒരു മറിക്കലുണ്ടല്ലോ, ഉദാഹരണം പറഞ്ഞാണ്, ഇതല്ല. അപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് കീഴ്മേലായിട്ട് എന്ത് മറിച്ചിട്ടു. അംതർന അലൈഹ ഹിജാറത്തൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. അല്ലാഹ് പറയാണ്, എന്ത്, അട്ടിയായി ചൂളം വെച്ച ഇഷ്ടിക കല്ലുകൾ അവിടെ പെയ്തിറങ്ങി എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ മുസവ്വമതൻ ഇൻദ റബ്ബിക, മുസവ്വമതൻ, എന്താണ് മുസവ്വമതൻ? റബ്ബിൻ്റെ അടുക്കൽ പേര് വെക്കപ്പെട്ടതായ കല്ലുകൾ.
അപ്പോൾ ഈ പേര് വെക്കപ്പെട്ട കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഓരോ ആളുകളിലേക്കും വരുന്ന കല്ലുകളുണ്ടല്ലോ, ആ ആളുകളുടെ പേരുകൾ എന്താക്കിയാണ് കല്ലുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ന ആൾക്ക് ഇന്ന കല്ല്, ഇന്ന ആൾക്ക് ഇന്ന കല്ല്, അതുകൊണ്ട് പെയ്യാണ്. അതെങ്ങനെ? ചൂടുള്ള കല്ലുകളായിട്ടാണ് പെയ്യുന്നത്. അപ്പോൾ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ത്? ഹത്താ സമിയ അഹ്ലു സമായി അദ്ദുന്യ നുബാഹ കിലാദിഹിം ബസ്വത ദുയൂകിഹിം. അവരങ്ങനെ ആകാശത്തേക്ക് കൊണ്ടുപോയിട്ട് മറിച്ചിടുകയാണ്. അപ്പോൾ ഈ അവിടെ പ്രദേശവാസികളുണ്ടല്ലോ, അവരിലെ നായ്ക്കളും അതേപോലെ തന്നെ കോഴികളും ഓരിയിടുന്നതും അട്ടഹസിക്കുന്നതൊക്കെ ഒന്നാം ആകാശ ലോകത്തുള്ള ജീവികൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തഫ്സീറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്രത്തോളം എന്താണ് ഭയങ്കര ശിക്ഷയാണെന്ത് കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ ലൂത്ത് നബിയുടെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ലൂത്ത് നബിയുടെ സമുദായം കാണിച്ച ഈ ഒരു നീചമായ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ചാനൽ ചർച്ചകൾ, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, ആക്ടിവിസ്റ്റുകൾ അതിനുവേണ്ടി പോരാടുന്നു, രാത്രി ചർച്ചകളാണ് 1-2 മണിക്കൂറൊക്കെ. എന്തിന്? ഇതങ്ങട്ട് സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, നിയമ പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ചർച്ച ചെയ്യാണ്. അപ്പോൾ ഈ വലിയൊരു ശിക്ഷ ബാധിച്ച ഈ ഒരു സമൂഹത്തിൻ്റെ അതേ നീചവൃത്തിയാണെന്ത് നമ്മുടെ ഇന്ത്യയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് യൂട്യൂബ് എടുത്ത് നോക്കി. 2 ആളുകൾ വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കഴിയാണ്. അങ്ങോട്ട് ആണുണ്ട് പെണ്ണുണ്ട്. ഇതൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മക്കൾ പഠിച്ചു വരികയാണ് ഈ സംഭവം കണ്ടിട്ടാണ് വരുന്നത്. സ്വാതന്ത്ര്യാവിഷ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. പക്ഷെ ഇത് ശരിക്കും എന്തല്ല, ഉള്ള സ്വാതന്ത്ര്യം കൂടി കളയുന്ന പണിയാണെന്ത് ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ചാവുകടൽ അവരെ ഇതാക്കിയല്ലോ, മറിച്ചിട്ടല്ലോ. പിന്നീടാണെന്ത് ബഹ്റുലൂത്ത് എന്ന് പറഞ്ഞ ചാവുകടൽ. ആ ചാവുകടലാണെന്ത് അതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടറിയില്ല, പോയവർ അറിയുണ്ടാവും. നമ്മളെ യൂട്യൂബിലെ വീഡിയോ നമ്മൾ കാണാൻ ശ്രദ്ധിക്കുക. ചാവുകടൽ അഥവാ അതിൻ്റെ ഉപ്പ് മറ്റുള്ള കടലിനേക്കാൾ ഏറെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ചെയ്തിട്ട് അതിന് ആളുകളുണ്ടാവും. എന്ന് വെച്ചാൽ അതിൽ മുങ്ങൂല. മാത്രമല്ല അൽ ബഹറുൽ മയ്യിത്ത് എന്ന് പറയും. അഥവാ മയ്യത്തായ ബഹർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു ബഹറാണ് ബഹറുലൂത്ത്. ഒരു ജീവിയും അതിൽ ജീവിക്കൂല. ബാക്ടീരിയകൾ പോലും എന്താവില്ല അതിൽ കഴിയൂല. കാരണം അത് ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചു എന്നാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലഅനല്ലാഹു മൻ അമല ഖൗമി ലൂത്തിൻ. ലൂത്ത് നബിയുടെ ജനത എടുത്ത പണിയെടുത്ത ആളെ അള്ളാഹ് ശപിക്കട്ടെ. ഇത് 3 പ്രാവശ്യം ആര് പറഞ്ഞു? നമ്മുടെ ഹബീബുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ തന്നെ മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സിനീൻ. 7 വയസ്സായ, നിങ്ങൾ നബിയുടെ ഒരു ഉപദേശം നോക്കി, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. 7 വയസ്സ് നിങ്ങളുടെ മക്കൾക്കാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10ാമത്തെ വയസ്സും ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കൊടുക്കണം. എന്നിട്ട് പിന്നെ പറയാം വഫർരിഖു ബൈനഹും ഫിൽ മദാജി. കിടപ്പ് മുറിയുണ്ടല്ലോ, ആ ഒരു സന്ദർഭത്തിൽ അവരെന്താകണം? മാറ്റിക്കടത്തുകയും വേണം. നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. അഥവാ ഈ വളരെ ഖേദകരം എന്താ വെച്ചാൽ ഇതൊക്കെ പിടിക്കപ്പെടുന്ന എവിടുന്ന വെച്ചാൽ മുസ്ലിം കോളേജുകളും ഇവിടെ നിന്നൊക്കെയാണ്. ഇതൊക്കെ സമൂഹത്തിന് എത്രത്തോളം ദോഷകരാന്നുള്ള വേറെ കേട്ടോ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്തെങ്കിലും ഒരു ചെറിയ പൊട്ട് കിട്ടാൻ നിൽക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഥവാ സീനിയേഴ്സ് കൂടിയിട്ട് ഒരു 13-കാരനോ ചെറിയൊരു കുട്ടിനെ കൊണ്ടുപോയിട്ട് സെക്ഷൽ അബ്യൂസ് നടത്തി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾക്ക് അറിയാം, പക്ഷെ അദ്ദേഹം മുണ്ടില്ല. ഒരു നിയമപ്രകാരം, സ്കൂളിലെ നിയമപ്രകാരം ടീച്ചർമാരറിഞ്ഞത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാത്തതാണ് അയാളും കുടുങ്ങി. അപ്പം ഇതിലൊക്കെ പെടുന്നത് ആരാ? നമ്മുടെ ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അത്രത്തോളം ഇതിന് ഉത്ബോധനം കിട്ടേണ്ടുന്നൊരാവശ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും എന്താണ്, നമുക്ക് എന്തെങ്കിലും ഇപ്പൊക്കെ ഉണ്ടോ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ എന്താ യാതൊരു ഉപാധിയും കൂടെ നടന്നു വരുന്ന സംഭവങ്ങൾ അതൊക്കെ. ഇത് ഖിയാമത്ത് നാള് പാരായണം ചെയ്യപ്പെടണ്ടേ. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നോക്കി ഫർരിഖു ബൈനഹും ഫിൽ മദാജി, കിടപ്പറ ആ സമയത്ത് അവരെന്ത് ചെയ്യണം, മാറ്റിയിട്ട് അവരെ മാറ്റണം. ഒരുമിച്ച് എന്താകരുത്, കിടത്തരുത് എന്നർത്ഥം. പല മോശമായ ഇതിലേക്ക് ചിലപ്പോൾ അത് വഴിവെച്ചേക്കാം. അതേപോലെ തന്നെ മൻ വജത്തുമുഹു, നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ വജത്തുമുഹു യഅമല അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ കൗമ് ചെയ്ത പണി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫഖത്തുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്തവനെയും ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുത്തവനെ നിങ്ങൾ എന്താ കൊല്ലുക. അത് ഇസ്ലാമിക് ഭരണകൂടം ഉള്ളിടത്താണേ. ഇസ്ലാമിക് ഭരണകൂടം ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ അവിടെ പാലിക്കേണ്ടുന്ന ഒരു ശിക്ഷാവിധിയാണെന്ത്, ലൂത്ത് നബിയുടെ ജനത എടുത്ത പണി ആരെടുത്തോ അവരെന്താക്കണം, കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊല്ലണം എന്ന് പറഞ്ഞു. എങ്ങനെ കൊല്ലണം എന്നുണ്ടാക്കിയിട്ടില്ല, കാര്യത്തിൽ പലതരത്തിൽ ഇഖ്തിലാഫുണ്ട്. അതെങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു കാര്യമാണ്. അഥവാ ലൂത്ത് നബിയുടെ സമൂഹം എങ്ങനെ ആ സമൂഹത്തെ ശിക്ഷിച്ചത്, അതായത് കീഴ്മേലായിട്ട് മറിച്ചിട്ടല്ലേ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണത്, ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് കൊണ്ട് കൊണ്ടുപോകാനെ, എന്നിട്ട് അവിടെ നിന്ന് അടിക്കണിടുക. ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് കൊണ്ട് കൊണ്ടുപോകാൻ അവിടെ അടിക്കണിടുക. തീർന്ന അത് മാത്രം പോരാ, കല്ലുകൾ പെയ്യുന്നതാണല്ലോ, കല്ലുകൾ കൊണ്ട് എറിയാൻ കിട്ടാറുണ്ട്. കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ട് അവനാണ് മരിക്കട്ടെ. ഖലീദ് ബിൻ വലീദ്, ഒരു ഗവർണർ, പേര് ഓർമ്മല്ല, ഒരു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഗവർണർ ആയിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു പണി ഒരാളെടുത്തു. അപ്പോൾ പിന്നെ മുഷാവറ കൂടി സ്വഹാബത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്നുള്ള വിഷയത്തിൽ. എന്താ പറഞ്ഞത്, ലൂത്ത് നബിയുടെ സമൂഹം എങ്ങനെ ശിക്ഷിക്കപ്പെട്ടോ അതേപോലെ എന്താകണം. അബൂബക്കർ തന്നെ പറഞ്ഞത് കത്തിക്കാൻ കൂടി ഓർഡർ ഇട്ടു. ഓർഡർ എന്നല്ല, കത്തിക്കാൻ കൂടി ഒരു അഭിപ്രായം അദ്ദേഹം വെച്ചു കൊടുത്തു. അപ്പോൾ അത്രത്തോളം നീചമാണെന്ത് ഈ ഒരു പ്രവർത്തനം. ഇത് എത്രത്തോളം അനന്തരഫലം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇത് ഏർപ്പെട്ട് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ജീവൻ നശിക്കും. അവന് നല്ല രീതിയിൽ ഒരു പെണ്ണ് കെട്ടിയാൽ തന്നെ എന്താവില്ല, അത് എത്രത്തോളം വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയൂല. കാരണം എന്താ, കിട്ടിയ സുഖമൊക്കെ വേറെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല പല രീതിയിലുള്ള ഡിസീസുകൾ എന്ന് വെച്ചാൽ പ്ലേഗ് രോഗം, അതേപോലെ തന്നെ മറ്റ് ചില, ഇപ്പോൾ നബി പറഞ്ഞല്ലോ ലൂത്ത് നബിയുടെ കൗം എടുത്ത അതേ പണി എടുത്തിട്ട് ഹത്ത യുഅ്ലിനു ബിഹ, അതിന് പരസ്യമാക്കിയിട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ യൂട്യൂബിൻ്റെ ഒക്കെ എടുത്ത് നോക്കി, പരസ്യമായിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഒരു മടിയില്ല ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വരുന്ന നാട്ടിൽ നബി പറയാണ്, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലല്ല, അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൻ്റെ കാര്യം പറയണേ. അവിടെ പ്ലേഗ് രോഗം എന്താകും, പാവനോട് പിടിപെടും. മാത്രമോ പിന്നെന്താ ഉള്ളത്, വൽ ഔജാഉല്ലത്തി ലം തകുൻ മദത് ഫി അസ്ലാഫിഹിം, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വരാത്ത രോഗങ്ങളും പ്രയാസങ്ങളും ആ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കി എന്തൊക്കെ തരം രോഗങ്ങളാണ്. എയ്ഡ്സ് നിൽക്കട്ടെ, എത്ര രോഗങ്ങളാണെന്നറിയോ ഇത് കാരണം വരുന്ന കുറേ സംഭവങ്ങൾ പാശ്ചാത്യ നാടുകളിൽ. ഇതൊക്കെ എന്താ വെച്ചാൽ നബിയുടെ കൽപ്പന വിടുമ്പോൾ എന്താണ്, അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കും. അങ്ങനെ വരുന്ന കാര്യങ്ങളാണെന്ത് ഈ പറയുന്ന ഓരോ സംഗതികളും. ഏതായിരുന്നാലും 8:5 ഏതായിരുന്നാലും നമ്മുടെ 2 എടുത്തിട്ടുള്ളൂ. കാരണം അത്രത്തോളം അതിൽ പറയാനുണ്ടെന്ന് കരുതിയിട്ടാണ് കുറച്ചധികം എടുത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത് നൂഹ് നബിയുടെ ഒരു ഇതാണ് എടുക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു പഠനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന രൂപത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.